കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സംഘി അടിമയായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരുടെ ഒരു ചൊറിച്ചിൽ നോക്കണം. ദേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയും റിയാസിന്റെയും പടം വെച്ചുള്ള ഒരു കാർഡ്. NH-66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 444 കിലോമീറ്റർ പ്രവർത്തികൾ പൂർത്തീകരിച്ചു. ഇത് കണ്ടപ്പോഴാണ് സംഘി അടിമയ്ക്ക് ചെറിയൊരു ചൊറിച്ചിൽ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ്, ലേശം ശങ്കരാടി. ഇതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചു ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, ദേശീയപാതയിൽ പലയിടത്തും തകർന്നു വീണ സന്ദർഭം ഉണ്ടായപ്പോൾ കുറ്റം മുഴുവൻ റിയാസിനും പിണറായിക്കും. ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരുടെ പേര് നിങ്ങൾ കേട്ടോ? ഇല്ല. അന്ന് ഈ സംഘി അടിമ ഉൾപ്പെടെയുള്ളവർ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും റിയാസിന്റെ തോളിലേക്ക് വെച്ച് ഡയലോഗ് അടിച്ചങ്ങ് മെഴുകി. ഇപ്പൊ അതെല്ലാം നേരിട്ട് അത് ഏറ്റെടുത്ത് അതിനെ ഇച്ഛാശക്തിയോടുകൂടി മേൽനോട്ടം വഹിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ്. പോരാത്തതിന് ഈ നാടിന്റെ നികുതിപ്പണം എടുത്ത് 6000 കോടി രൂപ ചെലവാക്കിയാണ് കാസർഗോഡ് മുതൽ കഴക്കൂട്ടം വരെയുള്ള ദേശീയപാത സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത്. അതും ഇന്ത്യയിലെ ഏക സംസ്ഥാന സർക്കാരാണ് കേരളത്തിലെ പിണറായി സർക്കാർ. മറ്റാർക്കും ഈ ദുർഗതി ഉണ്ടായില്ല. പിന്നീട് ദേശീയപാത നിർമ്മിച്ചു തരുന്നു. കേന്ദ്രത്തിന്റെ പണമാണത്രേ. കേന്ദ്രത്തിന്റെ പണം എന്ന് വെച്ചാൽ മോങ്ങിജിയുടെ വീട്ടിൽ നിന്ന് അടക്കി അടത്തോണ്ട് വന്ന പണമാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ശാഖയ്ക്കകത്ത് ചക്കയടത്തോ, ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും തൂമ്പാപ്പണിക്ക് പോയി യുവമാരുണ്ടാക്കിയ പണമാണോ? അല്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇവർക്ക് നികുതി എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുന്ന പണമെടുത്ത് നമ്മുടെ നാട്ടിലേക്ക് ഒരു സേവനം ചെയ്തു തരുന്നത് അവരുടെ എന്തോ പണമാണത്രേ. അതെന്തോ പ്രത്യേക മഹാത്മ്യമാണ്. ഈ നാട്ടിലെ മനുഷ്യരുടെ, അതായത് മലയാളികളുടെ വിയർപ്പോഹരിയാണടെ സംഘി അടിമ. ആ പണവും അത് വാങ്ങിക്കൊണ്ട് പോയിട്ട് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പരമാവധി തരാതിരിക്കുക, എന്നാൽ തന്നതിനെ കുറിച്ച് എന്തോ വലിയ സംഭവമാക്കി പറയുന്ന ആ ഉടായ്പ പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇവരുടെ. സവർണ സംഘികൾ നിർമ്മിച്ചു കൊടുത്ത പല സിനിമകളിലെയും ചില ഡയലോഗുകൾ ഇവർക്ക് കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ തരത്തിൽ പാകപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇതിപ്പോ പറയാനായിട്ടുള്ള പ്രധാന കാരണം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടിരുന്നു. അതിങ്ങനെയാണ്: ദേശീയപാത വികസനം പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ്. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ദേശീയപാത പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ഇന്ന് യോഗം ചേർന്ന റിവ്യൂ യോഗത്തിൽ നിർദ്ദേശം നൽകി. ദേശീയപാത അതോറിറ്റി പൊതുവിൽ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിലെങ്കിലും പ്രവൃത്തി മന്ദഗതിയിലാണ്. മെല്ലെപ്പോക്ക് നടത്തുന്ന കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കണ്ണൂർ ജില്ലയിലെ നടാലിൽ ബസ്സുകൾക്ക് കൂടി സഞ്ചരിക്കാവുന്ന വിധത്തിൽ അടിപ്പാത നിർമ്മിക്കാനും തീരുമാനമെടുത്തു. നിർമ്മാണ പ്രവൃത്തിക്ക് തടസ്സമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനും നടപടികൾ എടുക്കും. 17 സ്ട്രെച്ചുകളിലായി മൊത്തം 642 കിലോമീറ്റർ റോഡിന്റെ പൂർത്തീകരണ തീയതിയും യോഗത്തിൽ ചർച്ചയായി. 480 കിലോമീറ്റർ 2025 ഡിസംബറോടെ പൂർത്തിയാക്കും. ആകെ 560 കിലോമീറ്റർ 2026 മാർച്ചിലും പൂർത്തിയാകും. അങ്ങനെ വളരെ വൈകാതെ തന്നെ വികസിത ദേശീയപാത യാഥാർത്ഥ്യമായി മാറും. നമ്മുടെ വികസന കുതിപ്പ് വേഗം പകരുന്ന ചുവടുവയ്പായിരിക്കും നൂതന സൗകര്യങ്ങളുള്ള ദേശീയപാത. ഇതാണ് മുഖ്യമന്ത്രി പങ്കുവെച്ച കുറിപ്പ്. ഇതിന് സമാനം PWD മിനിസ്റ്റർ PA മുഹമ്മദ് റിയാസും പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിരന്തരം ഇടപെടൽ നടത്തുകയും, കാര്യം ഈ നാടിന് റോഡ് വേണമെന്നുള്ളത് കൊണ്ടാണ്, തരാൻ പറ്റില്ല, ഇവിടെ സ്ഥലത്തിന് വില കൂടുതലാണെന്ന് പറയുമ്പോൾ കടം മേടിച്ച പണമെടുത്ത് സ്ഥലം മേടിച്ചു കൊടുത്തത്, അതിലൊരു റോഡ് നിർമ്മിച്ചു തരുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് ഈ സംഘി ചൊറിച്ചിലുകാർ പറഞ്ഞാൽ തൽക്കാലം അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുകയേ വേണ്ടുള്ളൂ. അല്ലെങ്കിൽ അതിനൊക്കെ ചാണകത്തിന്റെ വില മാത്രം കൽപ്പിക്കേണ്ടതേ ഉള്ളൂ. സ്വയം നിഷ്പക്ഷൻ ചമഞ്ഞിരുന്ന് ഇമാതിരി കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന വ്യക്തികളുടെ ഉദ്ദേശം എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുക. രണ്ടും ഈ നാടിന്റെ മലയാളികളുടെ പണമാണ്. ഇവരൊക്കെ പരമാവധി ഇത് കൊടുക്കാതിരിക്കാൻ എന്തൊക്കെ കുത്തിത്തിരിപ്പ് നടത്താൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നവരുമാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ ഇറങ്ങിക്കാട്ടുന്ന ഈ ചൊറിച്ചിൽ, അതിനെ തൽക്കാലം നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. പക്ഷെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം ഗിമ്മിക്കുകൾ അത് തുറന്നു കാട്ടിക്കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ അത് പറഞ്ഞു വെക്കുന്നത്.